എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും വാഴ്ത്തും ചെയ്യുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാനൊരു പ്രാവശ്യം അറിയിക്കുകയാണ്. ഞാനൊരു പകുതി മയക്കത്തിലാണ് ഇരിക്കുന്നത്. ഇന്നലെ രാവിലെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, തിരുവല്ലയിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിരഞ്ജന സിസ്റ്ററുണ്ട്. ഒരു വീട്ടിൽ ഇന്നലെ ലേറ്റായിട്ടാണ് ഞാൻ എത്തിയത്. പോകുന്ന വഴിക്ക് ട്രെയിൻ അല്പം ജാം വന്നു. ഒരത്ഭുതം നടന്നത്, മീറ്റിങ്ങിൽ ഞാൻ ഈ വചനത്തിൻ്റെ പ്രാധാന്യത എപ്പോഴും പറയുന്നതിന് കാര്യം അതാണ്. ദൈവവചനം പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ സിസ്റ്റർക്ക് പെട്ടെന്ന് ദൈവസാന്നിധ്യം തുറന്നു കൊടുക്കുകയും ദൈവാത്മാവ് തൻ്റെ അകത്ത് കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ ഛർദ്ദിക്കാൻ തുടങ്ങി. തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രയാസമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ദൈവാത്മാവ് പൂർണ്ണമായിട്ട് വിടുതൽ കൊടുത്തു എന്നാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. കുറേ സമയം എടുത്തതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവവചനത്തിൻ്റെ ശക്തി അതാണ്. ആ വചനമായിട്ട് ധ്യാനിക്കാൻ തുടങ്ങിയാൽ, വചനം ദൈവത്തിൻ്റെ വാക്കായിട്ട്, ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന അത്ഭുതകരമായ വിടുതലുകളുണ്ട്. കർത്താവ് ഇന്നലത്തെ പ്രാർത്ഥനയിൽ ഭവനത്തെ സഹായിച്ചു. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാം. ഞാൻ ഇന്നലെ അവിടെ എടുത്തത്, മിനിഞ്ഞാന്ന് രാവിലെ നമ്മളിവിടെ എടുത്ത ഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ്. അതിൻ്റെ ബാക്കിയാണ് എടുത്തത്. 1-ാം തീയതി രാവിലെ നമ്മൾ ദൈവാത്മ നമുക്ക് നൽകിയ ഒരു പ്രൊഫറ്റിക് വേർഡ് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചത്, ഇസ്രായേൽ 7-ാം മാസം എന്ന് പറയുന്നത് നമ്മുടെ 7-ാം മാസം ഒന്നല്ലല്ലോ. നിശ്ചയമായിട്ടും ഒന്നല്ല, 2-2 ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ജൂലൈ മാസമല്ല, അവരുടെ വരുന്നേ ഉള്ളൂ. 2-2. പക്ഷെ നമ്മുടെ 7-ാം മാസമായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്തത്. ഓക്കെ, ഇസ്രായേൽ മക്കൾ ഈ 7-ാം മാസം ഇത് നടത്തുമ്പോൾ ഈ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഉത്സവം നടത്തുമ്പോൾ അത് കിങ്ഡത്തിൻ്റെ റെവലേഷൻ്റെ നിവർത്തി വെളിപ്പെടുക, ആലയം പണിയും. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മിൽ ദൈവാത്മാവ് വെളിപ്പാടുകൾ നമ്മളെ ദൈവികമായിട്ട് വളർത്തുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഇവർ ആ മാസം 7-ാം മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇവർ, എൻ്റെ ഓർമ്മയിൽ പറയുന്നതാണ്, ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടൊക്കെ മാറിപ്പോകാം. ഇവർക്ക് 10-ാം തീയതിയാണ് മഹാപാപ പരിഹാര ദിവസം. ഈ 10 ദിവസം ഒരു ഭയങ്കരമായിട്ട് ഇവരെ ശുദ്ധീകരണത്തിന് വേണ്ടി വേർതിരിക്കുന്ന ദിവസങ്ങളാണ്. ഇത് തന്നെ നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ കാണാം. 60-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ, 59-60 നമ്മൾ ഇന്നലെ വായിച്ചത്. 58 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, 58-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവർ ഉപവാസത്തോടെ ഭയങ്കരമായിട്ട് ശുദ്ധീകരിക്കുകയാണ്. ഉപവാസം മാത്രമല്ല, അവിടെ ചോദിക്കുന്നുണ്ട്, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അവരെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ അവർ ദൈവത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥകൾ ഭയങ്കര പരിതാപകരമാണ്. അവരുടെ സാഹചര്യങ്ങൾ, അപ്പം ആ വാക്യം, അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്. ആ വാക്യം വായിച്ച് നമുക്ക് ഇന്ന് രാവിലെ തുടങ്ങാം. ആരിലും ഒരാൾ യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1-ാമത്തെ വാക്യം, ഈ വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കാരണം ഇവിടെ ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ ദൈവാത്മ പറഞ്ഞ വാക്ക് കേട്ടോ നിങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല,
കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇതേ ഫ്രേസ് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ പോയാൽ കാണാം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു വരുന്ന വഴിയിൽ യാത്ര ചെയ്യുന്ന വേളയിൽ അവർക്ക് ഭക്ഷിപ്പാൻ ഇല്ലാതായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത്, ആഗ്രഹമുള്ളത് കിട്ടാതായപ്പോൾ അവർ കാട ആഗ്രഹിച്ചു. അല്ല, കാടയല്ല, അവർ മാംസം ആഗ്രഹിച്ചു. ആ സമയത്ത് ദൈവാത്മാവ് അവരോട് ഈ പദം പറയുന്നത് കാണാം. ഇന്ന് രാവിലെ, ഈ ജൂലൈ മാസം 3-ാമത്തെ ദിവസം, 3-ാമത്തെ രാവിലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും ഒരു കണക്കുകൾക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിന് നടുവിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആവനാഴിക്കകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഇന്നും അവൻ മറച്ചു വച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ സേവക്കളെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞ പദമാണ്, അവരുടെ അകൃത്യങ്ങളാണ്, അവരുടെ പാപങ്ങളാണ് ദൈവത്തിൻ്റെ മുഖത്തെ മറപ്പിക്കുന്നത്. അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ദൈവത്തിൽ നിന്ന് അവരെ ഭിന്നിപ്പിച്ച് മറപ്പിച്ചിരിക്കുമ്പോൾ, അകൃത്യങ്ങൾ കൊണ്ട് അവർ മലിനമായിരിക്കുമ്പോൾ, അധരങ്ങൾ കൊണ്ട് അവർ ഭോഷ്ക് സംസാരിക്കുമ്പോൾ, നാവ് കൊണ്ട് അവർ നീതികേട് ജപിക്കുമ്പോൾ, ഒരുത്തിനും അവരുടെ ഇടയിൽ നീതിയോട് വ്യവഹരിപ്പാനില്ലാതിരിക്കുമ്പോൾ, സത്യത്തോടെ പ്രതിവാദിക്കാതിരിക്കുമ്പോൾ, അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുമ്പോൾ, കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഈ വാക്യങ്ങളാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അവരെല്ലാവരും അണലിമുട്ട പൊരുന്നുകയും ചിലന്നി വല നെയ്യുകയും ചെയ്യുന്നു. പൊട്ടിച്ചാൽ അണലി പുറത്തു വരികയാണ്, വിഷസർപ്പങ്ങളായി മാറി ഇവർ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ നീതികെട്ട പ്രവർത്തികൾ ചെയ്ത്, സാഹസ കർമ്മങ്ങൾ ചെയ്ത്, ദോഷത്തിനായി ഓടിക്കൊണ്ടിരിക്കുന്ന, നിരൂപണങ്ങൾ അന്യായമായി കൊണ്ടിരിക്കുന്ന, ശൂന്യം നാശമായിരിക്കുന്ന പാതകളിൽ കൂടെ മടക്കുന്ന, വളഞ്ഞ പാതകളിൽ കൂടെ മടക്കുന്ന, സമാധാനം എന്തെന്നറിയാത്ത, ന്യായം ദൂരമായിരിക്കുന്ന, നീതി എത്തിക്കൊള്ളാത്ത, വെളിച്ചത്തിനായി ഇരുട്ടിനകത്ത് കാത്തിരിക്കുന്ന, അന്ധകാരത്തിൽ നടക്കുന്ന, കുരുടന്മാരെ പോലെ ചുവർ തപ്പി മടക്കുന്ന, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു മടക്കുന്ന, മരിച്ചവരെ പോലെ ആകുന്ന ഇവർ വെറുതെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുക, പ്രാവുകളെ പോലെ കുറുകുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം മുമ്പാകെ ഒരു അകൃത്യങ്ങൾ പെരുകിയിരിക്കുകയാണ്. ഞങ്ങൾക്കത് ബോധ്യമുണ്ട്. അവർ അകൃത്യം ചെയ്ത് യഹോവയെ നിഷേധിച്ചു. അവർ ദൈവത്തെ വിട്ട് മാറി പീഡനവും മത്സരവും സംസാരിക്കുന്നു, വ്യാജവാക്കളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുന്നു. നീതി പിന്മാറിപ്പോയി. ഞാൻ ഈ 1-ാം അധ്യായത്തിലെ 59-ാം അധ്യായത്തിലെ കാര്യമാണ് വായിക്കുന്നത് കേട്ടോ. സത്യം അവരവിടെ ഇല്ലാതായി. യഹോവയ്ക്ക് അത് കണ്ടിട്ട് ഇഷ്ടം തോന്നി. ഇത്രയും കാര്യങ്ങൾ 15 വാക്യങ്ങളിലെ പ്രധാന ഓരോ വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഈ അവസ്ഥയിലായിരിക്കുന്ന ഈ ജനത്തെ രക്ഷിക്കാൻ ആരുമില്ല. ഈ വാക്യം ഒന്ന് വായിച്ചോ കേട്ടോ നിങ്ങൾ. ആരും ഇല്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായാൽ ആശ്ചര്യപ്പെട്ടു. കേട്ടോ, ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. ഈ ജനത്തിന് രക്ഷയുണ്ടാകുമോ? ഈ ജനത്തിന് രക്ഷയുണ്ടാവോ? ഈ 15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവത്തിൽ കിടക്കുന്ന ഈ ജനത്തിന് രക്ഷയുണ്ടാകുമോ? ഈ ജനത്തിനൊരു വിടുതലുണ്ടാകുമോ? ആരുമില്ലെന്ന് അവൻ കണ്ടു. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായെങ്കിൽ ആശ്ചര്യപ്പെട്ടു. ഇത്രയും അവസ്ഥയിൽ കിടക്കുന്ന ഇതിനു വേണ്ടി, ഈ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആരുമില്ല. അപ്പൊ പക്ഷപാതം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ യഹോവ രക്ഷിക്കാൻ റെഡിയാണ്. കണ്ടോ, 1-ാം വാക്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരാളില്ല, ആരുമില്ല. ഇന്ന് രാവിലെ
എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ആരുമില്ലെന്ന് തോന്നുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സദ്വർത്തമാനം പറഞ്ഞു വരാം. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരാളുണ്ട്. അടുത്ത വാക്ക് കേൾക്കണം കേട്ടോ. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച്, രക്ഷയെന്ന തലക്കോരിക തലയിലിട്ട്, അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത്, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ച് അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ അവൻ ഇറങ്ങി വരികയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് രാവിലെ ഈ ജൂലൈ മാസം 3-ാമത്തെ രാവിലെ കുടുംബം കടന്നു പോകുന്ന, ജീവിത സാഹചര്യം കടന്നു പോകുന്നതിന് മടുവിൽ എനിക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ആരുമില്ലെന്നും പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലെന്നും, ഞാനും എൻ്റെ തലമുറകളും ഞാനും എൻ്റെ കുടുംബം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ഇല്ല കേട്ടോ. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നിന്റെ സാഹചര്യങ്ങളെ മൊത്തം പൊളിച്ചു മാറ്റാൻ കഴിവും കരുത്തും കൃപയുമായിട്ട് ഒരുവൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അവൻ ഇറങ്ങി വരുമ്പോഴാണ് 19 വാക്യത്തിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാൻ വരട്ടെ. നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. ആദ്യം ഈ ഇത്രയും പറഞ്ഞ വാക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് 2-ാം ഭാഗത്തേക്ക് പോകാം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തൊരു കർത്താവുണ്ട്. ന്യൂ കവനന്റിന്റെ ഏറ്റവും വലിയ മഹിമ അതാണ്. നമുക്ക് വേണ്ടി ഒരു മീഡിയേറ്റർ ഉണ്ട്, നമുക്ക് വേണ്ടി ഒരു ടെസ്റ്റേറ്റർ ഉണ്ട്, നമുക്ക് വേണ്ടി ഒരു എക്സിക്യൂട്ടർ ഉണ്ട്, നമുക്ക് വേണ്ടി ഒരു പുരോഹിതനുണ്ട്, നമുക്ക് വേണ്ടി ഒരു കവനന്റ് ഉണ്ട്, നമുക്ക് വേണ്ടി ഒരു വിൽപത്രമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ, അവസ്ഥ ഏതുമാകട്ടെ, രക്ഷിപ്പാൻ ആരുമില്ലെന്ന് തോന്നട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. 1-2 മിനിറ്റുകൾ മൈക്കിളൊക്കെ അൺമുട്ടി ഇത് പ്രാർത്ഥിച്ച് ഷാഭാന അന്തൽ കിടക നന്ദിയോടെ ദൈവത്തിന് ആരാധന കൊടുക്കുന്ന രീതി പ്രാർത്ഥിക്കുക. ലാദൽ പ്രൗഷമന ഹദുരമന ഘടകദന വൈഡപ്രൗഢമന ഹത്തുൽ പ്രൗഢമന എല്ലാം മൈക്കൺമുട്ടി ഇത് പ്രാർത്ഥിച്ചോ. റബന ഘടകദന ഹത്തുൽ ഘടകദന. ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥയുടെ മടുവിലാണ് കടന്നു പോകുന്നുവെങ്കിലും ഹത്തൽ ഘടകദന വൈഷപ്രൗഢവന ഹന്തൽ പ്രൗഢവന ഷസ്കനാദിര പ്രൗഢവന ഘടകദന വേദ പ്രൗഷവന ഹദുരിബിനി ഘടകദനം ഷസ്കല അലിഗത്തുരാദന പ്രൗഢവന ഘടകദനം ജീവ പ്രൗഢവന ഹന്തൽ പ്രൗഢവന ഹദുരവന ഘടകദനം ഷാഫാറാ റഗശസ്കരി റിബപ്രൗഷസ്കന ലംതൽ റിഘോര ഭാനപക്ഷി പ്രൗഢവന ജഗത്തുരാധന പ്രൗഷവന ഘടകദനം
അവൻ അവരുടെ നടുവിൽ, അവരുടെ അവസ്ഥകളുടെ നടുവിൽ അവൻ ഇറങ്ങി വരാൻ തുടങ്ങി. ദൈവമക്കളെ, നമ്മുടെ അവസ്ഥകൾ നമ്മളിൽ അവൻ ഇറങ്ങി വരും കേട്ടോ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അവരുടെ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ 16 വാക്യങ്ങളിലൂടെ പറഞ്ഞത്. അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ ആരുമില്ല. പക്ഷെ ആരുമില്ലാത്ത അവർക്ക് വേണ്ടി അവൻ നേരിട്ടിറങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ, പ്രായമാകുമ്പോൾ ആരുമില്ലെന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ വേദനിക്കരുത്. എല്ലാവർക്കും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ യഹോവയുടെ കര നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നിങ്ങളെ കരുതും. അങ്ങനെ അവൻ ഇറങ്ങി വന്നപ്പോൾ 19 വാക്യം, അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവൻ്റെ മഹത്വത്തെയും ഭയപ്പെടും. കിഴക്ക് ഭാഗത്തേക്കാണ് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ഇറക്കി വിട്ടത്. ഞാൻ അവിടേക്കൊക്കെ പോയ സമയം പോകും. മഹത്വത്തിൽ നിന്ന് മനുഷ്യൻ ഇറങ്ങിപ്പോയത് കിഴക്കോട്ടാണ്. പാപത്തിൽ ഇറങ്ങിപ്പോയത് കിഴക്കോട്ടാണ്. കിഴക്കോട്ട് മനുഷ്യൻ ഇറങ്ങിപ്പോയി. ആ കിഴക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം തുറക്കുകയാണ്. ഭയപ്പെടും. മഹത്വത്തെ ജനം കാണും, ഭയപ്പെടും. അപ്പം ഇനി പറയാൻ പോകുന്നത് ദൈവം ചെയ്യുന്ന പ്രോസസ്സാണ്. 2 എണ്ണമാണ് റിസൾട്ട്. ഒന്ന്, നാമത്തെ മഹത്വത്തെ കിഴക്കും പടിഞ്ഞാറും ഭയപ്പെടും. ദിക്കുകൾ അവനെ ഭയപ്പെടും. പിന്നെ അവൻ എങ്ങനെയാണ് വരുന്നത്? അവൻ വസ്ത്രാലങ്കൃതനായി വരുന്നു. ഇത് പാസ്റ്റർ ലാസറുമാത്തിൻ്റെ പദമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ, ചെറിയ പ്രായത്തിൽ, ഒരു 10-12 വയസ്സുള്ള അപ്പം ഞാൻ ലാസറുമാത്തി പാസ്റ്റർ പ്രസംഗം കേട്ടിട്ടുണ്ട്. വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു, വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു. യെശയ്യാവിൻ്റെ പുസ്തകം ദേവദാസൻ ഈ 17 വാക്യം വായിച്ചുകൊണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച്, രക്ഷയെന്ന തലക്കോരിക തലയിലിട്ട്, പ്രതികാര വസ്ത്രങ്ങൾ ഉടുത്ത്, തിഷ്ഠതയൊരു മേലങ്കി പോലെ പുതച്ച്, വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു. ദേവദാസിൻ്റെ ഒരു പ്രയോഗമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രയോഗം. ഓക്കെ, അപ്പൊ വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു എങ്ങനെ വരുന്നത്? എങ്ങനെയാ? യഹോവയുടെ ശ്വാസം, യഹോവയുടെ റൂഹ, യഹോവയുടെ ആത്മാവ് തള്ളിപ്പായിക്കുന്ന നദി പോലെ വരികയാണ്. അത്ര വേഗതയിൽ അവൻ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ഈ വസ്ത്രാലങ്കൃതനായി വരുന്നവൻ, അവന്റെ വരവിലാണ് ഇവർ പേടിച്ചു പോകുന്നത്. അവൻ വരുന്നത് വീണ്ടെടുപ്പുകാരനായിട്ടാണ്. വീണ്ടെടുപ്പുകാരനായി തള്ളിപ്പായിക്കുന്ന നദി പോലെ അവൻ വരുമ്പോൾ അവന്റെ നാമത്തെയും അവന്റെ മഹത്വത്തെയും ഭയപ്പെടുത്തത്തക്ക നിലവാരത്തിൽ അവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ടാണ് നമ്മൾ ഇന്നലെ വായിച്ച വാക്യം. ഇതിന്റെ റിസൾട്ടാണ് ഈ 2 വാക്യങ്ങൾ. 21 വാക്യവും യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന് 1-ാം വാക്യവും വായിച്ച് 59-ാം അധ്യായത്തിന് 21-ാം വാക്യം. ഇത് വേണ്ടവരെല്ലാം ധ്യാനിക്കുക കേട്ടോ. ഇങ്ങനെ ഈ 16 വാക്യങ്ങളിൽ 1% പോലും ദൈവോന്മുഖമായിട്ട് മൂല്യതയില്ലാത്തവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെയും അവരുടെ തലമുറകളെയും കർത്താവ് ഇങ്ങനെ രൂപീകരിക്കുമെങ്കിൽ, ദിവസവും രാവിലെ പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുന്ന നിങ്ങൾ, ദൈവവചനത്തിന് അമിതമായ പ്രാധാന്യത കൊടുക്കുന്ന നിങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ച് വെളിപ്പാടുള്ള നിങ്ങൾ,
നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും എത്രയധികം അനുഗ്രഹിക്കപ്പെടും, എത്രത്തോളം ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ കർത്താവ് ശക്തിയോടെ ചലിപ്പിക്കും എന്ന ഉറപ്പോടെ ഈ 2 വാക്യങ്ങൾ വായിച്ച് 21 വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കൂ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന കവനന്റ് ഇതാണ്. ഇംഗ്ലീഷ് കണ്ടോ, ആസ് ഫോർ മീ ദിസ് ഈസ് മൈ കവനന്റ് വിത്ത് ദം. കണ്ടോ, അപ്പോൾ അവൻ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? ഉടമ്പടി നിവർത്തിക്കാനാണ്. അപ്പൊ ആരുമില്ലാത്തവരെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? ഉടമ്പടി ഉള്ളത് കൊണ്ടാണ്. അടുത്ത വാക്ക്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടു പോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് ദൈവം ചെയ്തിരിക്കുന്ന കവനന്റ് ആണ്. ദൈവത്തിന് ഈ കവനന്റിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. ഇവിടെ ഈ കവനന്റ് പഠിക്കുന്നതിന്റെ പ്രാധാന്യത ഇവിടെയാണ്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്, കവനന്റ് ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് വായിച്ചു നോക്ക്. As for me, this is my covenant with them, said the Lord, my spirit. അപ്പൊ പിന്നെ മലയാളത്തിൽ കറക്റ്റ് ആണ്. നിന്റെ മേലുള്ള എൻ്റെ. അപ്പൊ ഈ നിയമമൊന്നും മലയാളത്തിൽ കാണുമ്പോൾ നമ്മുടെ ചിന്ത ഏതോ കൽപ്പനയാന്ന അല്ല. ദൈവം അവരോട് ചെയ്തിരിക്കുന്ന കവനന്റ്. നിങ്ങൾ ഒരു കവനന്റിന്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ അതിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ കവനന്റിന്റെ, ന്യൂ കവനന്റിന്റെ പാർട്ടാണ്. ഇസ്രായേൽ മക്കൾ അവർ പഴയ അബ്രഹാമ്യ കവനന്റിന്റെ പാർട്ടായി അവരോട് ദൈവം ഇത്ര വിശ്വസ്തനായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗമായ നിങ്ങളോട് അവൻ എത്ര വിശ്വസ്തനായിരിക്കും. അടുത്ത വാക്കെന്താ വായിക്കുന്നത്? നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനം, നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും അടുത്ത 3 തലമുറ വിട്ടുപോകാത്ത ആത്മാവിനെയും വചനത്തെയും ഞാൻ അവരുടെ കയ്യിൽ തന്നിരിക്കുകയാണ്, ഞാൻ അവരിലേക്ക് പകർന്നിരിക്കുകയാണ്. ഇനിയാണ് യെശയ്യാവ്, ഇത്രയും വായിച്ചിട്ട് വേണം യെശയ്യാവ് 60 മനസ്സിലാക്കാൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. കണ്ടോ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പൊ നിന്റെ പ്രകാശം എങ്ങനെയാ വന്നത്? നിന്റെ പ്രകാശം വന്നത് വസ്ത്രാലങ്കൃതനായി വരുന്ന ക്രിസ്തു, വചനത്തിനകത്തേക്ക് തിരിയുമ്പോൾ റേമയായി വരുന്ന ക്രിസ്തു, റെവലേഷനായി വരുന്ന ക്രിസ്തു, വസ്ത്രാലങ്കരനായി വരുന്ന ക്രിസ്തു വരുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ. ആത്മാവിനാൽ വന്നപ്പോൾ എന്താ ഉണ്ടായത്? അവസ്ഥകളിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു, വിടുവിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? അവൻ അവന്റെ ആത്മാവിനെ പകർന്നു. അടുത്തത് എന്താ ഉണ്ടായത്? അവൻ അവന്റെ വചനത്തെ തന്നു. ഇത്രയും പ്രോസസ് നടക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിന്റെ മേൽ ദൈവിക പ്രകാശം വെളിപ്പെടുകയാണ്. എന്താ ഉണ്ടാകുന്നത്? യഹോവയുടെ തേജസ്സിന്റെ മേൽ ഉദിക്കുന്നു. അപ്പൊ തേജസ് ഉദിച്ചത് എങ്ങനെയാണ്? അവന്റെ കരുണയല്ലേ തേജസ്, അവന്റെ പ്രത്യക്ഷതയല്ലേ തേജസ്, അവന്റെ ഇറങ്ങി വരവല്ലേ തേജസ്. ഈ തേജസ് നിന്റെ മേൽ തുറക്കുകയാണ്. അപ്പം നമ്മൾ തേജസ് ദൈവം തുറക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് 58, 59 അധ്യായങ്ങളാണ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് അങ്ങനെ തന്നെ തുറക്കുകയാണ്. ഈ 2 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കും. അവൻ നദി പോലെ ഇറങ്ങി വരുന്നു, നിന്റെ മേലെ തേജസ് പ്രത്യക്ഷമാകും. ഇന്ന് രാവിലെ എത്ര പേർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നുണ്ട്? ദൈവാത്മാവ് എൻ്റെ അവസ്ഥ എത്ര അപകടകരമാണെങ്കിലും എത്ര പരിതാപകരമാണെങ്കിലും അതിന്റെ മടുവിൽ അവൻ ഇറങ്ങി വന്ന് എന്നെ അവന്റെ ആത്മാവിനാൽ, അവന്റെ വചനത്താൽ, അവന്റെ തേജസ്സിനാൽ എന്നെ നിറച്ച് എന്നെ അവൻ പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ. ചില മിനിറ്റുകൾ എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ഈ വചനം അങ്ങ് ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ. ഇത് തുറന്നാൽ, ഇത് നിന്റെ വീട്ടിൽ തുറന്നാൽ, ഇത് നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ അവസ്ഥകൾ മുഴുവൻ മാറും. ഈ വാക്യം അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. പടിഞ്ഞാറ് പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞത് അല്ല, നിന്റെ മേലാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. പടിഞ്ഞാറ് കിഴക്ക് അവന്റെ
പടിഞ്ഞാറവന്റെ നാമത്തെയും കിഴക്കവന്റെ മഹത്വവും വെളിപ്പെടുമെന്ന് പ്രവാചകൻ പ്രവചിച്ചത് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു, നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു, നിന്റെ മേൽ ഉദിക്കാൻ പോകുന്നു. കർത്താവേ, ഇപ്പോൾ ഇവരുടെ ആത്മതലത്തിൽ ഇത് സംഭവിക്കട്ടെ. ഇപ്പോൾ ഇവരുടെ സ്പിരിച്വൽ റിലത്തിൽ ഇത് സംഭവിക്കട്ടെ. ഇവരുടെ ആത്മതലത്തിൽ ഇത് സംഭവിക്കട്ടെ. ഇവരുടെ ആത്മതലത്തിൽ ഇത് സംഭവിക്കട്ടെ. റഭന രക്ഷസ്കനാദിന ദരക്ഷസ്കനാദിന രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ അവസ്ഥകൾ പരിതാപകരമാണെങ്കിലും റാഫാന രക്ഷസ്കന ഒരു ഡെലിവറൻസ് തുറക്കാൻ, ഒരു വിടുതൽ തുറക്കാൻ, ഈ ജനത്തെ വിടുവിക്കാൻ, ഈ ജനത്തെ തൊടാൻ, ഈ ജനത്തിന്റെ മേൽ ആത്മതലം തുറക്കാൻ, ഈ ജനത്തിന് മേൽ ദൈവശക്തി തുറക്കാൻ, ഈ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ റഭന അറകടകഥന ഓറബ ഹട്ടസ്കനാദിന അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടട്ടെ. ഷാബാന ഈ ജനത്തിന്റെ മേൽ, അങ്ങയുടെ മക്കളുടെ മേൽ, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത ഈ ജനത്തിന്റെ മേൽ, അങ്ങയുടെ രക്തത്തിന്റെ മറുവിലകളായ ഈ മക്കളുടെ മേൽ ഇപ്പോൾ ഇത് തുറക്കാൻ, ഇപ്പോൾ ഇത് തുറക്കാൻ, ഇപ്പോൾ ഇത് തുറക്കാൻ, ഇപ്പോൾ ഇത് തുറക്കാൻ. ഷാബാന ഹദരജന ഗദന ഹത്തൽ കടഗദന വീണ്ടെടുപ്പുകാരനായി, ആത്മാവായി, തേജസ്സായി, വചനമായി റാക്ക തലമുറകളുടെ മേൽ, തലമുറകളുടെ മേൽ ഞങ്ങളുടെ മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങ് ചെയ്ത ഉടമ്പടി അപ്പ അടുത്ത തലമുറകളുടെ മേൽ, 3 തലമുറകളുടെ മേൽ അങ്ങിത് തുറക്കുമെന്ന് ഇപ്പോൾ ആ വചനം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ലവം തരാധന പ്രൗഢമനഘടകഥന രഗട്ടസ്കനാദിരാധന പ്രൗഢമനഘടകഥനം ശസ്കനാദിര പ്രൗഢപനഘടകഥന രഗട്ടസ്കനാദിരാധനം ഞാനൊരു ഫ്രേസ് കൂടെ ഇന്ന് രാവിലെ പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ പറയുന്നൊരു ഫ്രേസാണ് എൻ്റെ കാര്യം അഭിഷേകം തീരുമാനിക്കുമെന്ന്. എന്നാൽ മറ്റൊരു ഫ്രേസാണ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവം എൻ്റെ കാര്യം നടത്തിത്തരും. മഹത്വത്തിനൊത്തവണ്ണം എൻ്റെ കാര്യം നടക്കും. മഹത്വത്തിനൊത്തവണ്ണം എൻ്റെ കാര്യം നടക്കും. ദൈവം തുറക്കുന്ന
മഹത്വത്തിനൊത്തവണ്ണം എൻ്റെ കാര്യം നടക്കും. ഈ 2 അധ്യായം നിങ്ങൾ ചേർത്ത് വായിച്ചാലാണ് ഇതിൻ്റെ രസം മനസ്സിലാകുക കേട്ടോ. ഒരു സാധ്യത രക്ഷിക്കാനില്ലാത്ത ഈ ജനത്തെയാണോ ദൈവം ഇങ്ങനെ പണിയാൻ പോകുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ എങ്ങനെ പണിയാൻ ദൈവത്തിന്? കണ്ടോ, ഇവിടെ നോക്കി, നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. ആരാ? ജാതികളും രാജാക്കന്മാരും നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും നിന്റെ അടുക്കൽ വരും, പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരും. നിന്റെ കണ്ണ് കണ്ടു ശോഭിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ അധ്യായത്തിൽ ഇവരെവിടെ കിടക്കുക? ഇവരുടെ അവസ്ഥ എന്താ? എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇവര് രക്ഷപ്പെടുമെന്ന്? അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ ആ വാക്യം പറഞ്ഞേ? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അപ്പൊ ഈ വാക്യം എന്തിനാ പറഞ്ഞേ? അവരുടെ അകൃത്യങ്ങളെപ്പോൾ എവിടെ പോയി? ആ സ്വഭാവമൊക്കെ എവിടെ പോയി? തമ്പുരാൻ രക്ഷയുടെ വസ്ത്രം ധരിച്ച് നീതി ധരിച്ചുകൊണ്ട് വസ്ത്രാലങ്കൃതനായിട്ട് ഇറങ്ങി വന്നപ്പോൾ അവരുടെ അവസ്ഥകൾക്ക് മുഴുവൻ മാറ്റം വന്നെന്ന് മാത്രമല്ല, തമ്പുരാൻ ചെയ്ത പരിപാടി അവരെ ആ തേജസ് കൊണ്ട് അങ്ങ് നിറച്ചു. തേജസ് കൊണ്ട് അവരങ്ങ് നിറച്ചു. തേജസ് കൊണ്ട് അവരങ്ങ് നിറച്ചു. ഞാൻ ആ പദം വീണ്ടും വീണ്ടും പറയുകയാണ്. തേജസ് കൊണ്ട് അവരെ അങ്ങ് നിറച്ചു. ആരും കടന്നു പോകാതെ വണ്ണം നിർജ്ജനവും ദ്വേഷവിഷയവുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യം കൊണ്ടും തലമുറയായുള്ള ആനന്ദമാക്കി തീർക്കും. ആനന്ദമാക്കി തീർക്കും. നിന്നെ ദൈവം മാറ്റും കേട്ടോ. ഈ രാവിലെ ഈ വചനം പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചുകൊണ്ട്, ഇത് അബ്രഹാമിൻ്റെ തലമുറകളോട് യഹോവയാം ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വമാണ്. ആ വാക്യം ഞാൻ സൂമിനകത്ത് മൊബൈലിൽ ഇട്ടിട്ടുണ്ട്. വായിക്കാവുന്നവർ വായിച്ചോ. ഈ 3-ാം തീയതി ഈ വാക്യം വായിക്കാവുന്നവർ വായിച്ചോ. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം കണ്ടോ, ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറയായിട്ടുള്ള ആനന്ദവുമാക്കി തീർക്കും. ദൈവം നിന്നെ ആനന്ദമാക്കി തീർക്കും. ദൈവം എൻ്റെ കുടുംബത്തെ ആനന്ദമാക്കി തീർക്കും. ദൈവം എൻ്റെ മേൽ ദൈവത്തിൻ്റെ മാഹാത്മ്യം തുറക്കും. എറ്റേണൽ എക്സലൻസി ദൈവം തുറക്കും. ദൈവം ഇടപെടാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ ആനന്ദമാക്കി മാറ്റും. നിന്റെ പ്രകാശം നിത്യപ്രകാശമായി മാറും. ഈ വാക്യമൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചു കേട്ടോ. നിന്റെ ദുഃഖകാലം മാറിപ്പോകും. അവിടെ നീ ദൈവത്താലുള്ള ആനന്ദത്താൽ നിറയും. ഒരു പഴയ പാട്ടുണ്ട്, നിങ്ങൾക്കറിയോ പഴയ പാട്ട്? ആഹാ ഇമ്പം ഇമ്പം ഇമ്പമീനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം ഇമ്പം ഇമ്പമീനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. കൊടും കാറ്റടിച്ച് അലയുയരൂ ജീവിതത്തിൽ കൊടും കാറ്റടിച്ച് അലയുയരൂ ഞാൻ ആ പാട്ടിന്റെ അടി മറന്നുപോയി. വൻ ജീവിതത്തിൽ കൊടും കാറ്റടിച്ച് അലയുയരൂ. ആർക്കെങ്കിലും അറിയോ പാട്ട്? കൊടും കാറ്റടിച്ച് അലയുയരൂ വൻ ജീവിതത്തിൽ കൊടും കാറ്റടിച്ച് അലയുയരൂ വൻ സാഗരത്തിനലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ. വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആഹാ ഇമ്പം 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 ഇനി എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ആ പാട്ടിന്റെ അർത്ഥം, ഈ വാക്കുകളൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ അകത്ത് കയറിയപ്പോൾ അവർ പാടിയ പാട്ടാണ് ഞാനീ പാടിയത്. എൻ്റെ ജീവിതം എന്നും ഇനി ആനന്ദമാണ്. എൻ്റെ ജീവിതം എന്നും ഇനി ഇമ്പമാണ്. ഞാൻ ആ വാക്യം 15-ാം വാക്യം എന്ന് പറഞ്ഞത്, അവൻ ആനന്ദമാക്കി തീർക്കുന്ന ദൈവമാണ്, അവൻ ഇമ്പമാക്കി തീർക്കുന്ന ദൈവമാണ്. നിന്റെ ജനത്തെ അവൻ അങ്ങനെ മാറ്റുമെന്ന് ദൈവം അവരോട് കൃത്യമായിട്ട് ഇടപെടുകയാണ്. ഇവരെയാണ് ദൈവാത്മാവ് പെരുക്കാൻ പോകുന്നത്. ഇങ്ങനൊരു വളർച്ച വെളിപ്പെട്ടാൽ, മഹത്വം വെളിപ്പെട്ടാൽ, കണ്ടോ,
ഇങ്ങനൊരു ഗ്ലോറിയസ് എൻകൗണ്ടർ വെളിപ്പെട്ടാൽ, അടുത്ത വാക്ക് കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. കണ്ടോ, ഒരു പെരുപ്പം നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. ഒരു പെരുപ്പം നിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടും. ഞാൻ എല്ലാ വാക്യം എടുത്തില്ല, ഞാൻ ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമാണ് എടുത്തത്. നമുക്കിത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയുമായിട്ട് തീരും. യഹോവ ദേശത്തെ നിനക്ക് സദാകാലത്തേക്ക് അവകാശമായി തരും. എന്താണെന്ന് എനിക്കറിയില്ല. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഈ വചനം ധ്യാനിച്ച് വിശ്വസിക്കാൻ കഴിയുന്നവർ ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചോ. റാപാനാഥന. ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 51 കുടുംബങ്ങളെ നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാത്മാവേ, ഈ ജനത്തിന്റെ ദുഃഖകാലം മാഞ്ഞു പോകട്ടെ. ഈ ജനത്തിന്റെ വേദനയുടെ കാലഘട്ടം മാറിപ്പോകട്ടെ. ശാപാന. യഹോവ ഇവർക്ക് നിത്യപ്രകാശമായിരിക്കട്ടെ. ഇവർ വചനത്തിൽ ജീവിക്കട്ടെ. ഇവർ ആത്മാവിൽ ജീവിക്കട്ടെ. ഇവർ കർത്താവുമായിട്ട് കൂട്ടുമുട്ടി ജീവിക്കട്ടെ. വേദ പ്രൗഷമന ഹത്തുരിബിനി ഘടകദന ഹതുരബന ഭക്ത പ്രൗഷമന ഹംദൽ ഘടകദന ശസ്കന. ഇവരെ സാന്നിധ്യത്തിൽ ജീവിക്കട്ടെ. ഇവരെ തേജസ്സിൽ ജീവിക്കട്ടെ. ഇവരെ മഹത്വത്തിൽ ജീവിക്കട്ടെ. ഷാപ ലബത്തുരാദന ശസ്കനാദിന പ്രൗഢപന ഘടകദനം. ലാകറബാന ഹത്തുരാദനാജന പ്രൗഷസ്കനാദിരാദനം. ലഗദുന ജഗത്തര രഗട്ടസ്കന രിഗന്തുരാദന അന്തൽ ഘടകദന വാദ പ്രൗഷപന ഹതുരപന ഘടകദന. ഈ രാവിലെ അതിന്റെ ഒരു കൈമാറ്റം സംഭവിക്കട്ടെ അപ്പ. ഈ രാവിലെ അതിന്റെ ഒരു പകർച്ച സംഭവിക്കട്ടെ അപ്പ. ഈ രാവിലെ അതിന്റെ ഒരു മേഖല തുറക്കട്ടെ അപ്പ. ശാല ജനാദില ലഗത്തുരാദന പ്രൗഷപന ഘടകദനം. ശിഖാരാധനാരക ശ്രേഷ്ഠനാലികാജനാദന ലംദൽ ഖാദുരാധനാരക പ്രൗഷപന ഘടകദനാരക ശസ്. അന്തൽ ഘടകദന വൈശ്വസ്കനാദിര പ്രൗഢപന ഘടകദന ഹത്തുൽ പ്രൗഷപന. അസാന്നിധ്യം ഈ ഭവനങ്ങളുടെ മേൽ ഇറങ്ങട്ടെ അപ്പ. അസാന്നിധ്യം ഈ മക്കളുടെ മേൽ ഇറങ്ങട്ടെ അപ്പ. യഹോവയുടെ ആത്മാവ് തള്ളിപ്പായിക്കുന്ന ഒരു നദി പോലെ ഞങ്ങളുടെ ആത്മത്തിലെ വീരൽ തുറക്കട്ടെ അപ്പ. അത് കർത്താവ് ആരാണെന്നുള്ള വെളിപ്പാട്. പുരാതന ശൂന്യങ്ങളെ പണിയുന്നവനായിട്ട് അവൻ ഇറങ്ങി വരട്ടെ അപ്പ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മളിന്ന് രാവിലെ 51 കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ 2 ഡിവൈസ് കയറിയിട്ടുണ്ട്. 50 കുടുംബങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ആളുകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ഇടയ്ക്കൊരു ദിവസം മുടങ്ങുമ്പോഴാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറയുന്നത്. ഞാനൊരു ദിവസം അത്യാവശ്യമായി ശുശ്രൂഷയ്ക്ക് പോയാലും പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കയറി ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ആര് ലീഡ് ചെയ്താലും നിങ്ങൾക്ക് ആർക്ക് ലീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലീഡ് ചെയ്യാം കേട്ടോ. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല.
നമ്മൾ ആരും അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും എന്താ പറയുക പറ്റുന്ന പറയും 4 വാക്കുകൾ പറഞ്ഞ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആർക്കും ലീഡ് ചെയ്യാം. ഇത് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കൂട്ടത്തെ ദൈവാത്മാവ് ശരീരമായിട്ട് എഴുന്നേൽപ്പിക്കാനും നിങ്ങളെല്ലാം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രയോജനപ്പെടാനുമാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ രാവിലെയുള്ള പ്രാർത്ഥന നമുക്കൊരു സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. ഞാൻ ചർച്ചിലെ പാസ്റ്ററാണ്. തൃശ്ശൂരിൽ നിന്ന് തന്നെ എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേരെ തൃശ്ശൂരിൽ നിന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതൊരു വിശപ്പുള്ളവരുടെ കൂട്ടമാണ്, ഇത് ഭയങ്കര ആഗ്രഹമുള്ളവരുടെ കൂട്ടമാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവിനാലുള്ള ഒരു വളർച്ച നിങ്ങളുടെ അകത്ത് സംഭവിക്കും. നമുക്ക് ഈ 50 കുടുംബങ്ങളെ ഞാൻ ഇന്ന് രാവിലെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു വലിയ കൂട്ടമായിട്ട് നിങ്ങളിലൂടെ ഈ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ തുറക്കാൻ, നിങ്ങൾ ദൈവത്തിൻ്റെ മിനിസ്ട്രികൾ ദൈവാത്മ തുറക്കാൻ, ശുശ്രൂഷ താലന്തുകൾ വികസിപ്പിച്ച് ചെയ്യുന്നവരുണ്ട്, ദൈവാത്മാവ് തന്നത് ചെയ്യുന്നവരുണ്ട്. രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് അല്പം പഠനമോ കഴിവോ പ്രാപ്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താലന്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാം. പക്ഷേ താലന്തില്ലാത്തവർക്കും താലന്തുള്ളവർക്കും ദൈവത്താൽ ശുശ്രൂഷ ചെയ്യാം. അപ്പം ദൈവോന്മുഖമായിട്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ നന്മകളും എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ മുഴുവൻ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പല പ്രശ്നങ്ങളുടെ മടിയിലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക തകർച്ചയിൽ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ന്യായമായി നന്മ കിട്ടേണ്ടവരുണ്ട്, അങ്ങനെ ഫൈനാൻഷ്യൽ മേഖല പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കിടക്കാൻ പല നിലകളിൽ കഴിയാത്ത അവസ്ഥയിൽ വേദനിച്ച് ഭാരപ്പെടുന്നവർ, ശാരീരികമായി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒറ്റ വാക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഫൈനാൻഷ്യലി, ശാരീരികമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഭാര്യപത്ര പ്രശ്നം, തലമുറകളുടെ പ്രശ്നം, തലമുറകൾ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നു, കുടുംബ പ്രശ്നം കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പെട്ടെന്നുണ്ടായ അനർത്ഥങ്ങൾ നിമിത്തം വേദനിക്കുന്നവർ, ബന്ധങ്ങളുടെ അകത്ത് പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, ഒരു കഴിവില്ലാത്തവരുണ്ട്. അങ്ങനെ പല നിലകളിലാണ് നമ്മുടെ ആളുകളെ നാം കാണുന്നത്. നമുക്ക് അവരൊക്കെ ഓർത്ത് ഒറ്റ മിനിറ്റ് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. ഇവരെല്ലാം ദൈവം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ യെശയ്യാ 59, 60, 61 അധ്യായം വായിച്ച കാണുന്നത്. തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടി പുരാതനമായ ശൂന്യങ്ങളുടെ അകത്ത് കിടക്കുന്നവരെ കർത്താവ് നീതിവൃക്ഷങ്ങളെന്ന് വിളിപ്പിച്ച് ദൈവം അവരെ ഉപയോഗിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എത്ര തകർന്നു കിടക്കുന്നു, എത്ര വലിയ കുഴിയിലാണ് എന്നുള്ളതല്ല വിഷയം. കിടക്കുന്ന കുഴിയിൽ തിരിയാനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ കരുത്തുള്ളവനാണെന്ന് വിശ്വസിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ നിങ്ങളെല്ലാം ദൈവാത്മാവ് ഉപയോഗിപ്പാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവസ്ഥകൾ പരിതാപകരമാണ്, സാഹചര്യങ്ങൾ കഠോരമാണ്, വേദനകൾ വലുതാണ്, ഒക്കെ സത്യമാണ്. പക്ഷേ അല്പ ദിവസം ഒന്ന് കാത്തിരിക്കാമോ? മനസ്സിനെ ഒന്ന് ശാന്തമാക്കാമോ? ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നൊരു ഉറപ്പിലേക്ക് വരാമോ? കുഴിക്കകത്തേക്ക് കെട്ടിയിറക്കിയവർ തന്നെ വലിച്ചു കയറ്റാൻ നിനക്ക് വേണ്ടി അവർ വാതിലുകൾ തുറന്നു വരും. അതെ, യോസഫ് അവനെ പൊട്ടക്കുഴി കൊണ്ട് അവസാനിച്ചില്ല. നിങ്ങൾ അവസാനിക്കില്ല. ഈ സാഹചര്യം കൊണ്ട് നിങ്ങൾ അവസാനിക്കില്ല. ഒരു പുതിയ ആരംഭം ദൈവാത്മ തുറക്കാൻ പോവുകയാണ്. ഈ 50 കുടുംബങ്ങൾ കൊടുത്ത് ഇപ്പോൾ 52 പേരായിരിക്കുന്നു. 52 സമാപന മിനിറ്റിൽ വന്നവർക്കായി സ്തോത്രം. 11 മണി നേരത്ത് വന്നവർക്കും ദൈവം ഒരുമിച്ച് കൂലി വീതിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത 1 മിനിറ്റ് നേരം കഴിയുന്ന എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ 52 കുടുംബങ്ങളും അനുഗ്രഹമായി മാറാനായിട്ട് 1 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് പേര് എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷാഫ റബാന ഇവരൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷസ്കന നിങ്ങളുടെ മേലെ അധികാരം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മേലെ ആ അതോറിറ്റി യൂസ് ചെയ്യേ. ഷാഫ ലമൻ തുരാധന പ്രൗഷസ്കനാദിനാദന റവൻ തുരാപന പ്രൗഷപന ഹദുരപന ഘടകധനം അവസ്ഥകളെല്ലാം മാറട്ടെ. ഞെരുക്കങ്ങള്,
ബാധ്യതകള്, തലമുറകളുടെ ഭാവി വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, എല്ലാറ്റിനും മേലെ ഇപ്പോൾ ഒരു ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എന്റെ വചനം കാത്തതിനാൽ ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ കർത്താവേ, തുറക്കുന്നു കേട്ടോ, തുറക്കുന്നു കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനാ സെക്ഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് പകൽ സെക്ഷൻ നമുക്ക് 10:45 നമുക്ക് നമ്മുടെ കിങ്ഷിപ്പിൻ്റെ ക്ലാസ് ഉണ്ട്. കിങ്ഷിപ്പ് റിലം, കിങ്ഡം തലം നിങ്ങളുടെ മേൽ തുറക്കുമ്പോഴാണ് യെശയ്യാവ് 60-61 നിങ്ങൾ അനുഭവിക്കുന്നത്. ദൈവമക്കളുടെ ഇടയിൽ ഭയങ്കര സന്തോഷവും പ്രത്യാശയും നൽകുന്ന വാക്കുകളാണ്, വചനങ്ങളാണ് യെശയ്യാവ് 60-61. പക്ഷേ അത് തുറക്കുന്നത് യെശയ്യാവ് 59 അവൻ വസ്ത്രാലങ്കൃതനായിട്ട് ഇറങ്ങി വരുമ്പോഴാണ്. അതെപ്പോഴാണ് മടക്കുന്നത്? യഹൂദൻ കുത്തിവെങ്കിലേക്ക് നോക്കുമ്പോഴാണ് മടക്കുന്നത്. അതെപ്പോഴാണ് മടക്കുന്നത്? ലോകരാജ്യത്ത് നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നടക്കുന്നതാണ് യെശയ്യാവ് 60-61 അക്ഷരീകമായിട്ട്. നമ്മിൽ എപ്പോഴാണ് മടക്കുന്നത്? എപ്പോഴാണോ ക്രിസ്തു രാജാവായി നമ്മിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന വെളിപ്പാട് സംഭവിക്കുന്നത്, അപ്പോൾ യെശയ്യാവ് 60-61 നമ്മിൽ അതിൻ്റെ ആത്മതലം അല്ലെങ്കിൽ അതിലിപ്പോഴത്തെ ഭൗതിക തലങ്ങൾ തുറന്നു വരികയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ കിങ്ഷിപ്പിൻ്റെ ദാവീദ്യ ഉടമ്പടിയുടെ അവിടെയാണ് രാജകീയ ഉടമ്പടി വരുന്നത്. ദാവീദ്യ ഉടമ്പടിയുടെ കിങ്ഷിപ്പ് റിലം നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കും. 10:45 തൊട്ട് 11:45 UK ടൈം കൂടെ നോക്കിയിട്ടാണ് ആ ടൈം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാം ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിച്ച് നമുക്കിപ്പോൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ രാവിലെ വന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന അങ്ങയുടെ മഹിമ ഞങ്ങൾ കണ്ടല്ലോ. ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം മാത്രമല്ല പുതിയ ഉടമ്പടി അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങളുടെ മേൽ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ന്യൂ കവനന്റിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആ കവനന്റിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ ഞാനിവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരകത്ത മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇവർ അബ്രഹാമിൻ്റെ സന്തതി എന്ന വെളിപ്പാടിൽ വളരട്ടെ. ഇവർ ദേശം അവകാശമാകട്ടെ. ഇവരെ മേലെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിൻ്റെ റിലങ്ങൾ തുറന്നു വരട്ടെ. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ അവനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം. ശലോം.